വരുന്നത്. ഞാൻ എൻ്റെ ചേട്ടത്തിക്ക് കൊണ്ടുപോയ ഒരു അനുഭവം സാക്ഷ്യം പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ ചേട്ടത്തി ഒരു 22 ദിവസമായിട്ട് മഞ്ഞപ്പിത്തം ബാധിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. മഞ്ഞപ്പിത്തം ബാധിച്ച് കരളിന് പിടിച്ചു. കരൾ പൂർണ്ണമായിട്ടും പ്രവർത്തനമെല്ലാം നിലച്ചു പോയി. അപ്പം ഡോക്ടർ പറഞ്ഞു ഒരു രക്ഷയുമില്ല, ആൾ മരിച്ചു പോകുക മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അമൃത ഹോസ്പിറ്റലിൽ ചെന്ന് ചോദിച്ചപ്പം ഈ കരൾ മാറ്റി വെക്കണം. അപ്പം കരൾ മാറ്റി വെക്കുന്നതിന് 22 ലക്ഷം രൂപ വേണം. ഞങ്ങൾ സാധാരണ കുടുംബമാണ്, അതുണ്ടാകാൻ യാതൊരു വഴിയില്ല. അപ്പം ഞാൻ ഈ കഴിഞ്ഞിട്ട് മുമ്പത്തെ ബുധനാഴ്ച കൃപാസനത്തിൽ വരികയും ഇവിടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കിവിടുന്ന് തേനും ഉപ്പും തന്നു വിട്ടു, ഒരു മാതാവിൻ്റെ കാശ് രൂപം തന്നു വിട്ടു, ഇതുകൊണ്ട് കൊടുത്തോളാൻ പറഞ്ഞു. അപ്പം ചേട്ടത്തിന്ന് വെച്ചാൽ മരിക്കാറായി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതുപോലെ ഈ വന്ന് നിൽക്കുമെന്ന് ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രതീക്ഷയില്ല. ആർക്കുമെന്നല്ല, മെഡിക്കൽ കോളേജിലെ മെയിൻ ഡോക്ടർമാർക്ക് പോലും ഒരു പ്രതീക്ഷ ഉണ്ടായില്ല. ഈ തേൻ ഉള്ളി കൊടുത്തു, ഉപ്പും കൊടുത്തു, അത് മാതാവിൻ്റെ കാശ് രൂപം ഉണ്ടായിരുന്നു, അത് മാലയിൽ ഇട്ടോളാൻ പറഞ്ഞു. അത് വിട്ട് അത് മുറിയെ പിടിച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അത് കൊടുത്തതിൻ്റെ 3-ാമത്തെ ദിവസം ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടെ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ആ 3-ാമത്തെ ദിവസം സ്കാൻ ചെയ്ത് നോക്കുമ്പം ഈ കരളിൻ്റെ പ്രവർത്തനമെല്ലാം നിന്ന് പോയെടുത്ത് പുതിയ കരൾ ഈശോ കൊടുത്തിരിക്കുകയാണ്. തിരുക്കുമാരനും അമ്മയ്ക്കും ഒരു കോടി നന്ദിയുണ്ട്. അത് തന്നെയല്ല, ഒരു 1.5 വയസ്സുള്ള കുഞ്ഞുമുണ്ട്. ചേച്ചി, ഞാൻ തന്നെ പറയാം, ചേച്ചി ആ സമയത്ത് 2 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പം അത് ഈ സീരിയസ് ആയ സമയത്ത് കുഞ്ഞ് മരിച്ചുപോയി. അപ്പം ഡോക്ടർ പറഞ്ഞു വീട്ടിൽ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വാ, നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് എടുത്ത് കളയാമെന്ന് പറഞ്ഞു. അതായത് ഈ ചേച്ചി എന്ന് വെച്ചാൽ ഇപ്പം ചേച്ചി എൻ്റെ അടുത്തേക്ക് ഇതുപോലെ നിൽക്കുന്നത് ഞങ്ങൾ ആരും വിചാരിച്ചതല്ല. മരണമെന്ന് വെച്ചാൽ മുഖാമുഖം കണ്ടാണ് എല്ലാവരും. അതേ ഒരു അവസ്ഥ കഴിഞ്ഞാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വീട്ടിൽ പോയിട്ട് വാ, നമുക്ക് വന്നു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്ത് എടുത്ത് കളയാമെന്ന് പറഞ്ഞു. അപ്പം ഡിസ്ചാർജ് എല്ലാം ചെയ്ത് പോകാൻ നേരത്ത് ഒരു ബ്ലീഡിങ് ഉണ്ടായി. അപ്പം അത് ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ അത് മാറിക്കിട്ടി. അതിനും ഈ തിരുക്കുമാരനും അമ്മയ്ക്കും ഒരുപാട് നന്ദി പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ചേട്ടത്തി, ഇതാണ് ആ കൊടുത്ത മൈക്ക് കൊടുത്ത്. എന്താ പേരെന്താ? സജിനി. സജിനി. സജിനി ക്രിസ്ത്യനാണോ? ക്രിസ്ത്യനാണ്. അപ്പം പുതിയൊരു കരള്, പുതിയൊരു ജീവിതമാണ് പരിശുദ്ധാമ്മ അവിടെ ഈശോ തന്നതെന്ന് അടുപ്പിച്ചു വെച്ചു. മൈക്ക് അടുപ്പിച്ചു വെച്ചു പറ. മൈക്ക് അടുപ്പിച്ചു വെച്ചു പറ. ഇവിടെ നിൽക്കുന്ന ഒരു പ്രതീക്ഷയില്ല, ഇപ്പൊ നിൽക്കുന്ന ദൈവത്തിന്റെ. അപ്പൊ ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന്റെ ദയാണെന്നാണ് ആ സഹോദരി. ഇത് 2 മക്കളാണോ? ഒരാള് മക്കളാണ്. ഈ മകൾക്ക് പുതിയൊരു ജീവിതമാണ്. ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വൈദ്യശാസ്ത്രം തള്ളിക്കളഞ്ഞെടുത്ത് 22 ലക്ഷം രൂപ വേണം കരൾ മാറ്റിവെക്കണമെന്ന് പറഞ്ഞ്. ഈ കരൾ മാറ്റിവെച്ചാലും അത് ശരിയാണ്, എത്ര കണ്ട് അത് സക്സസ് ആകുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ആ സമയത്താണ് ഇവരുടെ കണ്ണുനീര് ദൈവം കാണുന്നത്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ, ഇവിടെ മധ്യസ്ഥതയിൽ ഇവിടെ വന്നിട്ട് അവർ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ പുതിയൊരു കരളാണ്, സാധാരണ പുതിയൊരു ഹൃദയം നൽകിയെന്ന് നമ്മൾ പറയാറുണ്ട്, പുതിയൊരു കരൾ അവർക്ക് നൽകി. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർമാർക്ക് പോലും അത്ഭുതമായി മാറിയിരിക്കുന്നു. അത് സങ്കീർത്തനം 30-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ പറയുന്നു, എൻ്റെ ദൈവമായ കർത്താവേ, ഞാൻ അങ്ങയോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരം നൽകുക, എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു എന്ന് കരങ്ങൾ ഉയർത്തി അടിച്ചെന്ന് മഹത്വപ്പെടുത്തട്ടെ.